السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. ഇസ്ലാമിലെ സത്യവിശ്വാസികളെ വിശ്വാസികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ റബ്ബിന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്ന ആ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് കഴിക്കാൻ കഴിക്കുമാറാകട്ടെ. നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ആയുസ്സിന്റെ ഒരു ഭാഗം കൂടി അവരിൽ നിന്ന് കുറഞ്ഞു പോവുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ കഴിഞ്ഞ ഒരു വർഷം ഏത് രൂപത്തിലാണ് നാം ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളത് നാം ഒന്ന് സ്വയം വിചിന്തന ചെയ്യേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വഞ്ചിതരാകുന്ന രണ്ട് അനുഗ്രഹങ്ങളാണ് ആരോഗ്യവും ഒഴിവു സമയവും എന്ന് പറയുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിൽ ഏത് രൂപത്തിലാണ് നമ്മുടെ ആരോഗ്യവും ഒഴിവു സമയവും നാം ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്? ദുനിയാവിന്റെ കാര്യങ്ങളിൽ അനാവശ്യമായിക്കൊണ്ട് ഇടപെടുന്ന രൂപത്തിലാണോ നമ്മുടെ സമയത്തെ നാം ചിലവഴിച്ചിട്ടുള്ളത്? അതല്ല ദീനിന്റെ മാർഗത്തിൽ പുതിയതായിക്കൊണ്ട് അറിയും പഠിക്കുവാനും അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയ പുതിയ സൽക്കർമ്മങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കുവാനും നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ള ആളുകൾ പകർന്നു കൊടുക്കുവാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അടിനായി ഏതായിരുന്നാലും പർവ്വത്തെത്തുമ്പോൾ നമുക്ക് ലഭിക്കപ്പെട്ടിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ചും ചോദ്യം ചെയ്യപ്പെടുന്നത് തന്നെ ചെയ്യും. ആ ഒരു ബോധം നമ്മളിൽ എന്നും ഉണ്ടാകേണ്ടതുണ്ട്. ഇനിയുള്ള വർഷം വരാനിരിക്കുന്ന വർഷം കൃത്യമായിക്കൊണ്ട് ഉപയോഗപ്പെടുത്തുവാൻ അതൊന്ന് സാധിക്കേണ്ടതുണ്ട്. ഈ മാസത്തിന് ധാരാളം ശ്രേഷ്ഠതകളുണ്ട്. അബൂഹുറൈറ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റമളാൻ മാസം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായിട്ടുള്ള നോമ്പുള്ളത് അള്ളാഹുവിന്റെ മാസമായിക്കൊണ്ടുള്ള മുഹറം മാസത്തിലാണ് എന്നുള്ളതാണ്. ഇവിടെ അള്ളാഹുവിന്റെ മാസം എന്നാണ് മുഹറം മാസത്തിനെ സംബന്ധിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹുവിലേക്ക് ചെലുത്തിക്കൊണ്ട് പറയുമ്പോൾ അതിനെല്ലാം അതിൻ്റെതായിട്ടുള്ള പവിത്രത ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ ഈ ഒരു മാസത്തിൽ തന്നെയാണ് മൂസാ നബി അലൈഹി ഇസ്ലാമയെയും ബനൂ ഇസ്രായേലുകാരെയും ഫിർഔനിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ കടന്നു വന്ന സന്ദർഭത്തിൽ അവിടെയുള്ള യഹൂദികൾ മുഹറം 10 ദിവസത്തിൽ നോമ്പെടുക്കുന്നത് കണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാനവാദ, എന്താണ് ഈ ഒരു ദിവസത്തിൽ അവര് നോമ്പ് നോക്കുന്നത്? അപ്പൊ അവിടെയുള്ള ആളുകൾ പറഞ്ഞു കൊടുത്തു, ഇതൊരു നല്ല ദിവസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാമയെയും ബനൂ ഇസ്രായേലുകാരെയും അവരുടെ ശത്രുവിൽ നിന്ന് ഫിർഔനിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു മാസത്തിലാണ്. മൂസാ അലൈഹിസ്സലാം, അപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം ഈ ഒരു ദിവസത്തിൽ നോമ്പ് തോറ്റു എന്നുള്ളതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെക്കാളും മൂസാ നബി അലൈഹിസ്സലാമിനോട് കടപ്പെട്ടിരിക്കുന്നത് ഞാനാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസം നോമ്പ് തുറക്കുകയും സ്വഹാബത്തിനോട് നോമ്പ് തുറക്കാൻ കൽപ്പിക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മുഹറം മാസത്തിൽ 9-10 ദിവസങ്ങളിൽ നോമ്പ് തുറക്കുക എന്നുള്ളത് സുന്നത്താണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റമളാൻ മാസം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായിട്ടുള്ള നോമ്പുള്ളത് മുഹറം മാസത്തിലാണ്. ഈ ഒരു മുഹറം 10 നോമ്പിനെ കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ അശ്വറാന്റെ നോമ്പ് എന്ന് പറയുന്നത് മുഹറം 10 നോമ്പ് എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ഒരു വർഷത്തിലെ ചെറിയ ഭാഗങ്ങളെല്ലാം പുറത്തു നൽകും എന്നുള്ളതാണ്. അപ്പൊ അത്രയും പ്രധാനപ്പെട്ട ഒരു നോമ്പാണ് അവിടെ കടന്നു വരുന്നത്. അതോടൊപ്പം നാം ശ്രദ്ധിക്കേണ്ടത് മുഹറം 9 നോമ്പ് കൂടി താജ്മഹൽ കൂടി നാം നോക്കേണ്ടതുണ്ട്. കാരണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദികളിൽ നിന്ന് വ്യതിരിക്തത ഉണ്ടാകുവാൻ വേണ്ടിയാണ് ആ ഒരു ദിവസത്തിൽ നോമ്പ് നോക്കാൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആർക്കെങ്കിലും 9ാമത്തെ ദിവസത്തിൽ മുഹറം 9 നോമ്പ് നോക്കാൻ പ്രയാസമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിൽ നോമ്പ് നോക്കാൻ സാധിച്ചില്ല എങ്കിൽ അവർ മുഹറം 10 ശേഷം 11 കൂടി നോമ്പ് എടുക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ അള്ളാഹു ശ്രേഷ്ഠത നൽകിയിട്ടുള്ള ഈ ഒരു മാസത്തിന്റെ പവിത്രത മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു മാസത്തെ ധാരാളമായിക്കൊണ്ട് നന്മകൾ ചെയ്യുവാനും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ നാടുകളിലുള്ള ചില കലണ്ടറുകൾ പരിശോധിച്ചാൽ മുഹറം 10 ദിവസത്തിൽ നഹ്സ് എന്ന് രേഖപ്പെടുത്തി കാണാൻ സാധിക്കും. നഹ്സ് എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ലാത്ത ദിവസം എന്ന നിലക്കാണ് ആ ഒരു രൂപത്തിൽ അവർ കണക്കാക്കുന്നത്.
യഥാർത്ഥത്തിൽ ഒരു ദിവസത്തെയും നമുക്ക് കുറ്റം പറയാൻ പാടുള്ളതല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലാ തസുബ്ബുൽ ദഹർ, നിങ്ങൾ കാലത്തെ കുറ്റം പറയരുത്. ഫഇന്ന അല്ലാഹ ഹുവ ദഹർ, കാരണം അല്ലാഹു ഈ ഒരു സമയത്തെ ഉയർത്തിയിരിക്കുന്നത്. അപ്പോൾ കാലത്തെ കുറ്റം പറയുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കുറ്റം പറയുന്നത് പോലെയാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് മുഹറം മാസത്തിലാകട്ടെ അല്ലാത്ത മാസങ്ങളിലാകട്ടെ ഒരു ദിവസത്തെയും കുറ്റം പറയുവാൻ ശകുനമായിക്കൊണ്ട് കാണുവാനേ നമുക്ക് പാടുള്ളതല്ല. യഥാർത്ഥത്തിൽ ഈ രൂപത്തിലുള്ള വിശ്വാസങ്ങൾ കടന്നു വരുന്നത് ഷിയാക്കളിൽ നിന്നാണ്. മുഹറം മാസത്തിലെ 10ാമത്തെ ദിവസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയായിട്ടുള്ള ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ വെച്ചുകൊണ്ട് വധിക്കപ്പെടുന്നത് എന്ന ആ ഒരു കാരണത്തിനു കൊണ്ടാണ് അവർ ആ ഒരു ദിവസത്തിന് അത്യത്തെ ദുഃഖം ആചരിക്കുന്നു എന്ന രൂപത്തിൽ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന രൂപത്തിൽ കാണുന്നത്. പക്ഷേ ഇത് ദീനിയായിക്കൊണ്ട് നമുക്കൊരിക്കലും അനുവദനീയമായിട്ടുള്ള കാര്യമല്ല. മാത്രമല്ല അള്ളാഹു പവിത്രമാക്കിയുള്ള ദിവസം കൂടിയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദനീയമായിട്ടുള്ള കാര്യമാണല്ലോ തേന് എന്ന് പറയുന്നത്. ആ തേന് തൻ്റെ ഭാര്യമാരുടെ ഇഷ്ടത്തിന് വേണ്ടി ഇനി ഞാൻ തേൻ ഉപയോഗിക്കില്ല, തേൻ കുടിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തോടു കൂടിയാണ് പ്രവാചകനെ താക്കീത് നൽകുന്നത്. യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹരിമു മാ അഹല്ലല്ലാഹ്, അള്ളാഹു ഹലാലാക്കിയിട്ടുള്ള ഒന്നിനെ എന്തിനാണ് താങ്കൾ ഹറാമാക്കുന്നത് എന്ന രൂപത്തിൽ വിശ്വാസികൾ എല്ലാ കാലത്തും ഓതുന്ന പാരായണം ചെയ്യപ്പെടുന്ന രൂപത്തിൽ ഖുർആനിനൊരു വചനമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരികയാണ്. അപ്പോൾ അനുവദനീയമായിട്ടുള്ള ഒരു കാര്യം പോലും ഹറാമായിക്കൊണ്ട് കാണാൻ നമുക്ക് സാധിക്കുകയില്ല എങ്കിൽ എങ്ങനെയാണ് അള്ളാഹു പവിത്രമാക്കിയുള്ള ഈ ഒരു ദിവസത്തെ ശകുനമായിക്കൊണ്ട് കാണാൻ നമുക്ക് സാധിക്കുക? അതുകൊണ്ട് പവിത്രമായിട്ടുള്ള ഈ ഒരു മാസത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് നന്മകൾ അധികമായിക്കൊണ്ട് ചെയ്യുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആഴ്ചക്കാലം നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.